ഫേമസ് ആണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ ഒരു കിസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കിസ് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇതിൻ്റെ ആൻസർ ഒന്ന് നിങ്ങൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലൊന്ന് വിചാരിച്ച് വെച്ചാൽ മതി. എന്നിട്ട് എത്ര എണ്ണം കറക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് ലാസ്റ്റ് നിങ്ങളുടെ മാർക്ക് എത്രയും താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ക്യാറ്റ് ഈസ് ഡാഷ് ദ ടേബിൾ. പ്രിപ്പോസിഷൻസിൻ്റെ ഒരു കിസ്സാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ടേബിളിൻ്റെ മിസ് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ക്യാറ്റ് നമുക്കറിയാം ഈ ടേബിളിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മളത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക? ദ ക്യാറ്റ് ഈസ് ഡാഷ് ദ ടേബിൾ. ഇൻ ദ ടേബിൾ എന്നാണോ, അണ്ടർ ദ ടേബിൾ എന്നാണോ, ഓൺ ദ ടേബിൾ എന്നാണോ? ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ? ദ ക്യാറ്റ് ഈസ് ഡാഷ് ദ ടേബിൾ. യെസ്, ആൻസർ എന്താണ്? ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. മുകളിൽ എന്ന് പറയുന്നത് ഏതാടാ? ഓൺ ദ ടേബിൾ, ഓൺ ദ ചെയർ, ഓൺ ദ കൗച്ച് അല്ലെ. മുകളിൽ നിന്ന് നമ്മൾ ഓൺ എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദ ബുക്ക് ഈസ് ഡാഷ് ദ ചെയർ. ഈ ബുക്ക് ചെയറിൻ്റെ എവിടെയാണ്? നമുക്ക് പിക്ചറിൽ കാണാം അല്ലേ, ചെയറിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെയാ പറയുക? ചെയറിൻ്റെ അടിയിൽ എന്നർത്ഥം വരുന്ന വാക്ക് ഇതിൽ ഏതാണ്? ഓപ്ഷൻസിൽ അണ്ടർ ഉണ്ട്, നിയർ ഉണ്ട്, ഇന്നുണ്ട്. മക്കളൊന്ന് നോക്കിക്കേ, ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ദ ബുക്ക് ഈസ് ഡാഷ് ദ ചെയർ. യെസ്, അണ്ടർ ദ ചെയർ ആണ് വരേണ്ടത് അല്ലേ. അടിയിൽ, ചെയറിൻ്റെ അടിയിൽ എന്നെങ്ങനെയാ? അണ്ടർ ദ ചെയർ, അണ്ടർ ദ ടേബിൾ അല്ലെ. അടിയിൽ എന്ന് വരുന്നത് എങ്ങനെയാണ്? അണ്ടർ ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവേ. ദ മൗസ് ഈസ് ഡാഷ് ദ ബെഡ്. ദ മൗസ് ഈസ് ഡാഷ് ദ ബെഡ്. ദാ നോക്കിക്കേ, മൗസ് ദാ ബെഡിന്റെ അടുത്താണ് അല്ലേ. നെക്സ്റ്റ് ആണോ, എബോ ആണോ, ഓൺ ആണോ? ഈ പിക്ചറിൽ നമുക്ക് കാണാം മൗസ് ബെഡിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അത് നമ്മൾ എങ്ങനെയാ പറയുക? നെക്സ്റ്റ് ആണോ, എബോ ആണോ, ഓൺ ആണോ? യെസ്, ഓപ്ഷൻ എ നെക്സ്റ്റ് ആണ് അല്ലേ. അടുത്തതാ, വളരെ അടുത്തുള്ളതിന് നമുക്ക് എന്ത് പറയാം? നെക്സ്റ്റ് എന്ന് പറയാം. അടുത്ത് നോക്കിക്കേടാ. ദ മൗസ് ഈസ് ഡാഷ് ദ ബെഡ്. ദ മൗസ് ഈസ് ഡാഷ് ദ ബെഡ്. ഇവിടെ നെക്സ്റ്റ് ആണോ, എബോ ആണോ, ഓൺ ആണോ? ഒരു ഓപ്ഷനും കൂടെ മിസ് തരാം, നിയർ ആണോ എന്ന് പറയണം. ഓക്കെ, ദ മൗസ് ഈസ് നെക്സ്റ്റ് ടു, എബോ, ഓൺ, നിയർ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ബെഡിൻ്റെ തൊട്ടടുത്തല്ല, എന്നാലും അടുത്താണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി നിയർ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദ ഡോഗ് ഈസ് ഡാഷ് ദ ബുക്സ്. ദ ഡോഗ് ഈസ് ഡാഷ് ദ ബുക്സ്. ഇവിടെ നോക്കിക്കേ, ഡോഗ് രണ്ട് പുസ്തകങ്ങളുടെ ഇടയിലാണ് അല്ലെ, രണ്ടിൻ്റെയും നടുവിൽ അല്ലെങ്കിൽ മധ്യത്തിൽ എന്നർത്ഥം വരുന്ന വാക്ക് ഇതിൽ ഏതാണ്? ബിറ്റ്വീൻ ആണോ, നിയർ ആണോ, നെക്സ്റ്റ് ആണോ? മിസ്സിൻ്റെ കുട്ടികളൊന്ന് പറഞ്ഞേ. ദ ഡോഗ് ഈസ് ഡാഷ് ദ ബുക്സ്. ദ ഡോഗ് ഈസ് ബിറ്റ്വീൻ ആണ് അല്ലേ, രണ്ടെണ്ണത്തിൻ്റെയും നടുക്ക് അല്ലെങ്കിൽ രണ്ടിൻ്റെയും നടുവിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബിറ്റ്വീൻ ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദ ബോയ് ഈസ് ഡാഷ് ദ ഹൗസ്. വീടിൻ്റെ ഉള്ളിൽ ഒരു ബോയിയെ നമുക്ക് കാണാം അല്ലേ. നമുക്കത് എങ്ങനെ പറയാം? ദ ബോയ് ഈസ് ഡാഷ് ദ ഹൗസ്. ഓൺ ദ ഹൗസ് ആണോ, ഇൻ ദ ഹൗസ് ആണോ, നിയർ ദ ഹൗസ് ആണോ? ഓൺ ദ ഹൗസ് ആണോ, ഇൻ ദ ഹൗസ് ആണോ, നിയർ ദ ഹൗസ് ആണോ? വീടിൻ്റെ ഉള്ളിലാണ് കുട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇന്ന് പറയാം. ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ദ ബോയ് ഈസ് ഇൻ ദ ഹൗസ് എന്ന് പറയാം. ഓക്കെ, ബോയ് ഹൗസിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അടുത്ത് നോക്കിക്കേടാ. ദ സൺ ഈസ് ഡാഷ് ദ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം അല്ലേ. എങ്ങനെ ഇത് പറയാ? ദ സൺ ഈസ് ബിലോ ആണോ, എബോ ആണോ, അണ്ടർ ആണോ? ഏതാണ് ഇവിടെ വരിക? ദ സൺ ഈസ് ഡാഷ് ദ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ മുകളിൽ എന്നർത്ഥം വരുന്നത് ഏതാ? എബോ അല്ലേ. ഓപ്ഷൻ ബി എബോ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ദ സൺ ഈസ് എബോ ദ ഫ്ലവേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തു. അപ്പോൾ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.